ഇടതുമുന്നണിക്കും പിണറായി വിജയൻ്റെയും അധികാര രാഷ്ട്രീയത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ശ്രീ അൻവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറെ ചേർത്ത് നിർത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇന്നലെ UDF യോഗം കൂടി അദ്ദേഹത്തോട് UDF കൺവീനർ UDFൻ്റെ തീരുമാനം അറിയിക്കണം എന്ന് ആണ് തീരുമാനിച്ചത്. അതനുസരിച്ച് ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹത്തോട് UDF തീരുമാനം അറിയിച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിന് ഒരു പാടുമില്ല. അതിനകത്ത് ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ UDFൻ്റെ തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പിണറായിക്കെതിരെയും ഇടതുമുന്നണിക്കെതിരെയും പോരാടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കൂട്ടി നിർത്തണമെന്ന് തന്നെയാണ് UDFലെ എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം. അതിലൊന്നും വ്യത്യാസവുമില്ല. പക്ഷേ UDFൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം UDF തീരുമാനത്തെ അംഗീകരിക്കുകയും മറ്റു കാര്യങ്ങൾ UDFൽ പറയുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ മുഖ്യമായ ലക്ഷ്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ 9 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണിത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ളൊരു അവസരമാണ്. അതാണ് അൻവർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായിസത്തിനെതിരെയും അവരുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായും സർക്കാരിൻ്റെ അഴിമതികൾക്കെതിരായുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനും അവർക്ക് വേണ്ട പാഠം പഠിപ്പിക്കാനുമുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ UDF യോഗം ചേർന്ന് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ വരട്ടെ, എങ്ങനെ വരുന്നു നോക്കാം. നോക്കട്ടെ, ഏതായാലും ചർച്ചകൾ അവസാനിച്ചിട്ടില്ലല്ലോ, വരട്ടെ. അതെ, വരട്ടെ. അല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. അതൊന്നും കൊണ്ട് കാര്യമൊന്നുമില്ല. പാർട്ടി ചിഹ്നത്തിൽ CPM ഒരു കാലത്ത് അവിടെ മത്സരിച്ചില്ല, പണ്ടങ്ങാണ്ട് മത്സരിച്ചിട്ടേ ഉള്ളൂ. അതൊന്നും കൊണ്ട് കാര്യം, കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെപ്പോഴും സ്വതന്ത്രനെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. സ്ഥാനാർത്ഥികളെ അവർക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. LDFനെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിൽ ഒരു സംശയവും വേണ്ട, UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും. അത് അല്ല, അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വരട്ടെ. ഇപ്പം നമ്മളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണ്ടല്ലോ. ഇന്നലെ UDFൻ്റെ അഭിപ്രായം UDF കൺവീനർ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. അല്ല, ഇനി സമയമുണ്ടല്ലോ, അങ്ങനെ എടുത്തു ചാടണ്ട, വരട്ടെ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് സൽമാൻ ഖുർഷിദ് ഇന്തോനേഷ്യയിൽ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൽമാൻ ഖുർഷിദ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനും പത്രത്തിൽ വാർത്ത കണ്ടേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രതികരിക്കാൻ ദേശീയ നേതൃത്വമുണ്ട്, അവർ പ്രതികരിക്കും. അത് CPM പറയുന്നതാണ്. അത് MV ഗോവിന്ദൻ പറഞ്ഞതാണ്. അദ്ദേഹം എന്താണ് വഞ്ചിച്ചെന്നോ ഒക്കെ പറയുന്നത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ അദ്ദേഹത്തിന്, പിണറായി വിജയനും അദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോവില്ല. കാരണം ഇടതുമുന്നണിക്കും പിണറായി വിജയൻ്റെയും അധികാര രാഷ്ട്രീയത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ശ്രീ അൻവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറെ ചേർത്ത് നിർത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ VD സതീശൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഇന്നലെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ആരും ശ്രമിക്കുക. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ വൈകാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക.